അയൽരാജ്യമായ ബംഗ്ലാദേശിനെ താരിഫിൽ നിന്ന് ഒഴിവാക്കിയ ട്രംപ് അതേ ഉൽപ്പന്നത്തിന് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയത് 18%. എന്നിട്ട് മോദി പറയുന്നു കരാർ ഇന്ത്യക്ക് ലാഭമെന്ന്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൃത്രിമ വിപണി സൃഷ്ടിച്ച് ട്രംപിന് നേട്ടമുണ്ടാക്കി കൊടുക്കാനുള്ള മോദിയുടെ ശ്രമം എന്തിനു വേണ്ടിയാണ്? ഇടക്കാല വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകാൻ യുഎസും ഇന്ത്യയും ഒരുമിച്ച് നീങ്ങുമെന്ന് അറിയിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസ്. കരാർ സംബന്ധിച്ച വിശദ വിവര പട്ടിക വൈറ്റ് ഹൌസ് പുറത്തിറക്കുകയും ചെയ്തു. വ്യാപാര കരാറിൽ ഇളവുകളേറെയും യുഎസിനാണ്. യുഎസിന്റെ മുഴുവൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് കരാർ. കരാർ പ്രകാരം പയർവർഗ്ഗങ്ങൾ, സോയാബീൻ എണ്ണ, വൈൻ, സ്പിരിറ്റ് തുടങ്ങിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യേണ്ടി വരും. യുഎസിൽ നിന്ന് 45 ലക്ഷം കോടി രൂപയുടെ ഊർജ്ജം, ആശയവിനിമയ സാങ്കേതിക വിദ്യ, കാർഷിക ഉൽപ്പന്നങ്ങൾ, കൽക്കരി, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാകും. സബ്സിഡിയോടെ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന യുഎസ് ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യൻ കർഷകരെയും ചെറുകിട വ്യാപാരികളെയും എറിഞ്ഞുകൊടുക്കുകയാണ് മോദി സർക്കാർ. കരാർ ഇന്ത്യയുടെ തന്ത്രപരമായ ദേശീയ താൽപര്യങ്ങളെയും കയറ്റുമതിയെയും ബലികഴിക്കുന്ന പബ്ലിക് റിലേഷനിൽ പൊതിഞ്ഞ വഞ്ചനയാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുറന്നടിച്ചത്. भारत अमेरिका ट्रेड डील हुई, लेकिन उसके बारे में सांसदों को सरकार से नहीं बल्कि राष्ट्रपति ट्रंप से पता चला. ഇന്ത്യയുടെ കാർഷിക മേഖലയെ വിദേശ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതിനെതിരെ കടുത്ത ആശങ്കയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. മൃഗങ്ങളുടെ തീറ്റയ്ക്കായി ജനിതകമാറ്റം വരുത്തിയ ചുവന്ന ചോളം ഉൾപ്പെടെയുള്ള ഭക്ഷ്യകാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമെന്ന് കരാറിൽ പറയുന്നുണ്ട്. ജനിതകമാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ നമ്മുടെ കന്നുകാലികളുടെ ഇനവും പാലിന്റെ രുചിയും മാറുമെന്ന ആശങ്ക ഉയരുന്നു. വസ്ത്രമേഖലയിൽ 18% തീരുവ നേട്ടമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ അയൽരാജ്യങ്ങളിൽ നിന്ന് യുഎസ് തീരുവ ഈടാക്കുന്നില്ല എന്ന് കൂടി നാം ഓർക്കണം. യഥാർത്ഥത്തിൽ നേട്ടമെന്ന് ഇന്ത്യ ഘോഷിക്കുന്ന വ്യാപാര കരാർ രാജ്യത്തിന്റെ താൽപര്യങ്ങളും പരമാധികാരവും ട്രംപിന് അടിയറവ് വെക്കുന്നതിന് സമാനമല്ലേ?